നമസ്കാരം, ഞാൻ ഷാനിദ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഇസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലിപ്പ് മാട്രസസ്. ഒത്തുതീർപ്പും പരാജയം. ഹൈക്കോടതിയുടെ ഒത്തുതീർപ്പ് ചർച്ചയും പരാജയപ്പെട്ടതോടെ സമരം കൂടുതൽ ശക്തമാക്കി യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ. അടിസ്ഥാന ശമ്പളം 20,000 രൂപയാക്കണമെന്ന ആവശ്യത്തിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് നഴ്സുമാരും ആവശ്യം അംഗീകരിക്കാനാവില്ലെന്ന് ആശുപത്രി മാനേജ്മെന്റുകളും. നാളെ കൂട്ടവധിയെടുത്ത് പ്രതിഷേധിക്കുമെന്ന് UNA. സമരം സമവായമില്ലാതെ തുടരവെ വിഷയത്തിലിടപെട്ട് കേന്ദ്ര സർക്കാർ. നഴ്സുമാരുടെ പ്രശ്നം ഗൌരവമേറിയത്. സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാർക്ക് സുപ്രീം കോടതി നിർദ്ദേശിച്ച ശമ്പളം നൽകണമെന്ന് ആരോഗ്യമന്ത്രി JP നദ്ദ. കോടതി ഉത്തരവ് നടപ്പാക്കേണ്ടത് സംസ്ഥാനങ്ങളുടെ ഉത്തരവാദിത്തമെന്നും ഇതിനാവശ്യമെങ്കിൽ ചട്ടം രൂപീകരിക്കണമെന്നും പാർലമെന്റിൽ കേന്ദ്രമന്ത്രി. നഴ്സുമാരുടെ ശമ്പള കാര്യത്തിൽ നിർദ്ദേശങ്ങൾ നൽകാൻ കേന്ദ്രം നേരത്തെ സമിതിയെ നിയോഗിച്ചിരുന്നു. നഴ്സുമാരുടെ പ്രശ്നങ്ങളിൽ കേന്ദ്രത്തിന് പ്രത്യേക താൽപര്യമെന്നും ആവശ്യമെങ്കിൽ ഇടപെടുമെന്നും മന്ത്രി. പൾസറിനെ വിടാതെ. യുവനടിയെ ആക്രമിച്ച കേസിൽ അന്വേഷണം പുരോഗമിക്കവേ 2011 മുതിർന്ന നടിയെ തട്ടിക്കൊണ്ടുപോയ കേസിലും പൾസർ സുനിയെ പ്രതി ചേർക്കാൻ ഒരുങ്ങി പോലീസ്. ചോദ്യം ചെയ്യലിനായി ഇയാളെ 8 ദിവസം കസ്റ്റഡിയിൽ വേണമെന്ന് എറണാകുളം CJM കോടതിയിൽ സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷയിൽ പോലീസ്. കേസിൽ കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് കണ്ടെത്തേണ്ടതുണ്ടെന്നും വിശദീകരണം. കേസിൽ മുഴുവൻ പ്രതികളും പിടിയിലായതായി പോലീസ്. കോതമംഗലം സ്വദേശികളായ എബിൻ, വിപിൻ എന്നിവർക്ക് പുറമെ ഇന്ന് പിടിയിലായത് കണ്ണൂർ പാച്ചല്ലൂർ സ്വദേശി സുനീഷ് അഷ്റഫ് എന്നിവർ. ഇയാളിൽ നിന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങൾ ലഭിച്ചതായി അന്വേഷണ സംഘം. 2010 ഒരു മുൻകാല നടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടന്നിരുന്നു. പൾസർ സുനിയും സംഘവും ഇതിനായി ചെറുവത്തൂരിൽ എത്തിയിരുന്നു. ചോദ്യം ചെയ്യലിൽ സുനീഷിൽ നിന്ന് ഇനിയും നിർണായക വിവരങ്ങൾ ലഭിക്കുമെന്നും അന്വേഷണ സംഘം. ജാമ്യം തീർപ്പാക്കി കോടതി. നടിയെ ആക്രമിച്ച കേസിൽ പൾസർ സുനിയുടെ മുൻ അഭിഭാഷകൻ പ്രതീഷ് ചാക്കോയുടെ ജാമ്യ ഹർജി തീർപ്പാക്കി ഹൈക്കോടതി. നിലവിലെ ആരോപണങ്ങൾ ജാമ്യം ലഭിക്കാവുന്ന കുറ്റം മാത്രമെന്ന നിരീക്ഷണം. ചോദ്യം ചെയ്യലിൽ മറ്റു കുറ്റങ്ങളിൽ പങ്കാളിത്തം കണ്ടെത്തിയാൽ അറസ്റ്റിന് തടസ്സമില്ല. അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകാൻ അഭിഭാഷകന് നാളെ രാവിലെ 11 മണിവരെ സമയം നീട്ടി നൽകിയും ഹൈക്കോടതി. ഫോൺ വിളി കേസിൽ പൾസർ സുനിയുടെ റിമാൻഡ് കാലാവധി നീട്ടി അങ്കമാലി മജിസ്ട്രേറ്റ് കോടതി. പോലീസ് അപേക്ഷ പരിഗണിച്ച് റിമാൻഡ് നീട്ടിയത് അടുത്ത മാസം 2 വരെ. ഇപ്പോൾ കുടുങ്ങിയത് സ്രാവല്ലെന്നും കേസിൽ ഇനിയും പ്രതികളുണ്ടെന്നും സുനി. പ്രതികരണം കോടതിയിൽ നിന്ന് ഇറങ്ങവേ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി. കേസിൽ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ച് ദിലീപിന്റെ മാനേജർ അപ്പുണ്ണി. ഗൂഢാലോചനയിൽ തനിക്ക് ബന്ധമില്ല. പോലീസ് ശ്രമിക്കുന്നത് തന്നെയും നാദർഷയും മാപ്പുസാക്ഷിയാക്കി ദിലീപിനെതിരെ തെളിവുണ്ടാക്കാൻ. കേസിലെ വിവരങ്ങൾ അറിഞ്ഞത് മാധ്യമങ്ങളിലൂടെയെന്നും പൾസറുമായി ബന്ധമില്ലെന്നും അപ്പുണ്ണി. ആധാരമില്ലാത്ത സ്വകാര്യത. ആധാർ കേസിൽ വ്യക്തിയുടെ സ്വകാര്യത സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ നിർണായക വാദത്തിന് തുടക്കം. സുപ്രധാന വിഷയം 9 അംഗ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വിട്ടത് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ച്. ആധാറിന്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ സ്വകാര്യത മൗലികാവകാശമാണോ എന്ന കാര്യം ആദ്യം പരിശോധിക്കണമെന്ന് ചീഫ് ജസ്റ്റിസ് JS കെഹാർ. നിലവിലുള്ളത് വ്യക്തിയുടെ സ്വകാര്യതാ വിഷയം മൗലികാവകാശങ്ങളുടെ പരിധിയിൽ വരുന്നതല്ലെന്ന സുപ്രീം കോടതി വിധികൾ. സ്വകാര്യതയ്ക്കുള്ള അവകാശം യുക്തിപരമായ നിയന്ത്രണങ്ങൾക്ക് വിധേയമെന്ന് 1954ലെയും 63ലെയും വിധികളിൽ കോടതി. ആധാർ കേസ് ഭരണഘടനാ ബെഞ്ചിന് കൈമാറാൻ 2 വർഷം മുമ്പ് തീരുമാനിച്ചത് ജസ്റ്റിസ് ചെലമേശ്വർ അധ്യക്ഷനായ ബെഞ്ച്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. പവേഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഇസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലിപ്പ് മാട്രസസ്. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.